നമസ്കാരം. സ്പീഡ് ന്യൂസ് ആരംഭിക്കുന്നു. നോക്കാം വാർത്തകൾ വേഗത്തിൽ. തൊണ്ണൂറ്റിയാറാമത് ഓസ്കാർ പുരസ്കാര നിലവിൽ തിളങ്ങി ക്രിസ്റ്റഫർ നോളൻ ചിത്രം ഓപ്പൺഹൈമർ. മികച്ച ചിത്രം, നടൻ, സംവിധാനം, സഹനടൻ ഉൾപ്പെടെ ചിത്രത്തിന് 7 പുരസ്കാരങ്ങൾ. പുവർ തിങ്സിലെ അഭിനയത്തിന് എമ്മ സ്റ്റോൺ മികച്ച നടിയായും ഓപ്പൺഹൈമറിലെ അഭിനയത്തിന് മികച്ച നടനായി കിലിയൻ മർഫിയും തെരഞ്ഞെടുക്കപ്പെട്ടു. ജോയ് റാൻഫോൾഡ് ആണ് മികച്ച സഹനടി. തെരഞ്ഞെടുപ്പ് ബോണ്ടിൽ സാവകാശം തേടിയുള്ള SBIയുടെ അപേക്ഷ ഇന്ന് സുപ്രീം കോടതിയിൽ. വിവരങ്ങൾ വൈകിപ്പിക്കുന്നതിനുള്ള SBI നടപടിക്കെതിരെ CPIM അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസും നൽകിയ കോടതി അലക്ഷ്യ ഹർജിയും ഇന്ന് പരിഗണിക്കും. കട്ടപ്പന ഇരട്ടക്കൊലപാതകത്തിൽ തെളിവെടുപ്പ് ഇന്നും തുടരും. നവജാത ശിശുവിനെ കുഴിച്ചിട്ടെന്ന് കരുതുന്ന തൊഴുത്തിനുള്ളിൽ ഇന്നും പരിശോധന. വിജയന്റേതെന്ന് കരുതുന്ന മൃതദേഹാവശിഷ്ടങ്ങൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും. കോൺഗ്രസിന്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ഇന്ന് വീണ്ടും ചേരും. 2ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയും ഉണ്ടായേക്കും. പ്രിയങ്ക ഗാന്ധി UPയിലെ റായ്ബറേലിയിൽ സ്ഥാനാർത്ഥിയായേക്കും. നോമ്പിന്റെ പുണ്യവുമായി ഇനി വ്രതാനുഷ്ഠാനത്തിന്റെ നാളുകൾ. കേരളത്തിൽ റംസാൻ വ്രതാരംഭം നാളെ. ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ന് മുതൽ വ്രതാരംഭം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബംഗാളിൽ കോൺഗ്രസുമായി സഖ്യമില്ല. തൃണമൂൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കും. ബംഗാളിലെ 42 സീറ്റുകളിലും TMC സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. കേരള യൂണിവേഴ്സിറ്റി കലോത്സവത്തിന് ഇന്ന് സമാപനം. 100-ലധികം വിദ്യാർത്ഥികളാണ് കലാപ്രകടനങ്ങൾ കാഴ്ചവെച്ചത്. കലാകിരീടം ആര് സ്വന്തമാക്കുമെന്ന കാത്തിരിപ്പിൽ വിദ്യാർത്ഥികൾ. കോഴിക്കോട് ആയഞ്ചേരിയിൽ 50 കോൺഗ്രസ് പ്രവർത്തകർ പാർട്ടി വിട്ടു. തങ്ങൾ പാർട്ടി വിട്ടത് നേതൃത്വത്തിന്റെ പോരായ്മ കൊണ്ടാണെന്ന പ്രവർത്തകർ. അപകീർത്തി കേസിൽ VD സതീശൻ ഇന്ന് കോടതിയിൽ ഹാജരാകണം. CPI നേതാവും മുൻ MLAയുമായ P രാജുവിനെതിരെ അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തിയെന്ന കേസിലാണ് നടപടി. ചരിത്രം കുറിച്ച് ശ്രീനാരായണ ഓപ്പൺ സർവകലാശാലയുടെ പ്രഥമ കലോത്സവത്തിന് തിരശ്ശീല വീണു. രാജ്യത്ത് ഇതാദ്യമായാണ് ഒരു ഓപ്പൺ സർവകലാശാല കലോത്സവം സംഘടിപ്പിക്കുന്നത്. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ ആദ്യ കലോത്സവത്തിൽ മഹാരാജാസ് പഠന കേന്ദ്രം ചാമ്പ്യന്മാരായി. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയ്ക്ക് സ്വന്തം ആസ്ഥാന മന്ദിരത്തിന് 100 കോടിയോ അതിലധികമോ സർക്കാർ നൽകാൻ പ്രതിജ്ഞാബദ്ധമെന്ന് മന്ത്രി KN ബാലഗോപാൽ ചടങ്ങിൽ പറഞ്ഞു. മലബാർ മിൽമ ഫാം ടൂറിസം രംഗത്തേക്കും ചുവടുവെക്കുന്നു. പദ്ധതിയുടെ ഉദ്ഘാടനം കാലിക്കറ്റ് ടവറിൽ നടന്ന ചടങ്ങിൽ ടൂറിസം വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. ഗ്രാമീണ ടൂറിസം വികസനത്തിന് ഫാം ടൂറിസം സഹായകരമാകുമെന്ന് മന്ത്രി. സിസ്റ്റൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ റമദാൻ കിറ്റുകൾ വിതരണം ചെയ്തു. കമ്പനിക്ക് കീഴിലെ അൽഫാസ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് കിറ്റ് വിതരണം സംഘടിപ്പിച്ചത്. 2000-ഓളം ആളുകൾക്കാണ് ഭക്ഷ്യക്കിറ്റുകൾ നൽകിയത്. സ്വന്തമായി വീടില്ലാത്ത നിർധന കുടുംബങ്ങൾക്കായി ശ്രീകുറുമ്പ എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് നിർമ്മിച്ച 100 വീടുകളുടെ താക്കോൽദാനം നടന്നു. ട്രസ്റ്റിന്റെ ഗൃഹശോഭ പദ്ധതിയുടെ ഭാഗമായാണ് വീടുകൾ. വാഗ്ദാനം ചെയ്ത 1000 വീടുകളിൽ ആദ്യ 100 വീടുകളുടെ താക്കോൽദാനമാണ് നടന്നത്. തൃണമൂൽ കോൺഗ്രസ് മുൻ MP മഹുവ മൊയ്ത്ര ഇന്ന് EDക്ക് മുമ്പിൽ ഹാജരായേക്കും. വിദേശ നാണ്യ വിനിമയ ചട്ടവുമായി ബന്ധപ്പെട്ട കേസിൽ ഇന്ന് ഹാജരാവാൻ ആവശ്യപ്പെട്ട ED നോട്ടീസ് നൽകിയിരുന്നു. മഹുവ മൊയ്ത്രയ്ക്കെതിരെ CBI അന്വേഷണവും നടക്കുന്നുണ്ട്. ഏത് സമ്മർദ്ദത്തിലും BJPയിലേക്ക് പോകില്ലെന്നതാണ് LDF സ്ഥാനാർത്ഥികളുടെ ഗ്യാരണ്ടിയെന്ന് ബിനോയ് വിശ്വം MP. ഇന്ത്യ മുന്നണിക്ക് കോൺഗ്രസിനെ ആശ്രയിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു.
തോമസ് ചാഴികാടൻ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ കോട്ടയത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബിനോയ് വിശ്വം. കേന്ദ്രവിഹിതം ലഭിക്കുന്നതിനായി കേരളത്തിന്റെ ആവശ്യങ്ങൾ കേന്ദ്രത്തിനോട് അവതരിപ്പിക്കുന്നതിനായുള്ള കത്തിൽ ഒപ്പുവെക്കാത്ത LDF-UDF എംപിമാരാണ് കേരളത്തിലുള്ളതെന്ന് TP രാമകൃഷ്ണൻ MLA. പേരാമ്പ്ര നിയോജകമണ്ഡലം LDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാർലമെന്റിൽ ജനാധിപത്യ ചർച്ചകൾ ഇല്ലാതാക്കി BJP-യുടെ തടവറയാക്കി മാറ്റിയെന്ന മുതിർന്ന CPI നേതാവ് S. രാമചന്ദ്രപിള്ള ആലപ്പുഴ ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൊല്ലം മാവേലിക്കര ലോക്സഭാ മണ്ഡലം ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്ക് പിന്തുണയുമായി കേരള കോൺഗ്രസ് B കൺവെൻഷന് തുടക്കമായി. ലീഡർ K. കരുണാകരനെ ആക്ഷേപിച്ച യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ പ്രസ്താവന തെമ്മാടിത്തരമെന്ന് വ്യക്തമാക്കി രാഹുൽ മാങ്കൂട്ടത്തെ പരോക്ഷമായി വിമർശിച്ച മന്ത്രി KB ഗണേഷ് കുമാർ. വടകരയിൽ ഷാഫി പറമ്പിലിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പങ്കെടുക്കാതെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. പരിപാടിയിലെ ഫ്ലെക്സിൽ മുഖ്യപ്രഭാഷകനായിരുന്നു മുല്ലപ്പള്ളി. വടകര സ്ഥാനാർത്ഥി നിർണയത്തിൽ തന്നോട് കൂടിയാലോചന നടത്തിയില്ലെന്ന പരിഭവം മുല്ലപ്പള്ളിക്ക് ഉണ്ടായിരുന്നു. UDF പാലക്കാട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഇന്ന് പാലക്കാട് നടക്കുന്ന കൺവെൻഷൻ മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്യും. വെള്ളിക്കുളങ്ങര ശാസ്താപൂവം കോളനിയിൽ മരിച്ച കുട്ടികൾക്ക് അന്തിമോപചാരം അർപ്പിച്ച മന്ത്രി K. രാജൻ. മൃതദേഹങ്ങൾ കോളനിയിൽ പൊതുദർശനത്തിന് വെച്ച വേളയിലാണ് അന്തിമോപചാരം അർപ്പിച്ചത്. കുട്ടികളുടെ ബന്ധുക്കളെയും മന്ത്രി സന്ദർശിച്ചു. വെള്ളാങ്ങല്ലൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പറന്ന് മാനത്തോളം ഭിന്നശേഷി കലോത്സവം ആരംഭിച്ചു. മന്ത്രി ഡോക്ടർ R. ബിന്ദു ഉദ്ഘാടനം നിർവഹിച്ചു. ഭിന്നശേഷി കുട്ടികൾക്ക് കലാപരമായ കഴിവുകൾ പ്രകടിപ്പിക്കാനും കൂട്ടുകൂടാനും അവസരമൊരുക്കുകയാണ് ഇത്തരം കലോത്സവങ്ങളിലൂടെയെന്ന് മന്ത്രി പറഞ്ഞു. കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ പുതിയ 18 ലക്ഷം കണക്ഷനുകളാണ് സംസ്ഥാനത്ത് നൽകിയതെന്ന് ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിന്. കേരളത്തിലെ 50% വീടുകളിലും കുടിവെള്ളമെത്തി. കുട്ടനെല്ലൂരിലെ വിതരണ പൈപ്പുകളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി ഭൂഗർഭ പ്രവേശനപാത നിർമ്മാണത്തിന് തുടക്കമായി. നിർമ്മാണോദ്ഘാടനം മന്ത്രി VN വാസവൻ നിർവഹിച്ചു. മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ പുതിയ പ്രവേശന കവാടത്തിന്റെ നിർമ്മാണോദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. നെടുങ്കുന്നം ഗവൺമെന്റ് ഹൈസ്കൂളിന് പുതിയ കെട്ടിടം ഒരുങ്ങുന്നു. സർക്കാർ ചീഫ് വിപ്പ് ഡോക്ടർ N. ജയരാജന്റെ വികസന ഫണ്ടിൽ നിന്നും 3.52 കോടി രൂപ ചിലവിട്ടാണ് നിർമ്മാണം. നിർമ്മാണോദ്ഘാടനം ചീഫ് വിപ്പ് ഡോക്ടർ N. ജയരാജ് നിർവഹിച്ചു. ആലപ്പുഴ കമ്പം അന്തർ സംസ്ഥാന KSRTC സർവീസുകൾക്ക് തുടക്കം. ബസ് സർവീസുകളുടെ ഉദ്ഘാടനം AM ആരിഫ് MP ഫ്ളാഗ് ഓഫ് ചെയ്തു. ATO A. അജിത്ത, വിവിധ ട്രേഡ് യൂണിയൻ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ചെറിയനാട് ഗ്രാമപഞ്ചായത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ വിവിധ റോഡുകൾ മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. ചെറിയനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്ന രമേശൻ അധ്യക്ഷത വഹിച്ചു. കുടുംബശ്രീ സംസ്ഥാന മിഷന്റെ സംസ്ഥാനത്തെ മികച്ച സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്കിനുള്ള പുരസ്കാരം മലപ്പുറം സ്നേഹിതയ്ക്ക്. മികച്ച കുടുംബശ്രീ ജെൻഡർ റിസോഴ്സ് സെന്ററിനുള്ള പുരസ്കാരം ജില്ലയിലെ വാഴയൂർ ജെൻഡർ റിസോഴ്സ് സെന്ററിന് ലഭിച്ചു. 2013 മുതൽ സ്നേഹിത ജില്ലയിൽ പ്രവർത്തിച്ചു വരുന്നു. ഒറ്റപ്പെട്ട വിഭാഗങ്ങളെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക ലക്ഷ്യമെന്ന മന്ത്രി K. രാധാകൃഷ്ണൻ. നേരത്തെ ഏറ്റെടുത്ത പദ്ധതികളും സർക്കാർ പൂർത്തിയാക്കും. അംബേദ്കർ ഗ്രാമം വികസന പദ്ധതികളുടെ സംസ്ഥാനതല നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. BJP സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തു. ഹിമാചലിൽ സ്വതന്ത്ര MLAക്കും കോൺഗ്രസ് വിമതന്റെ പിതാവിനുമെതിരെ കേസ്.
ആശിഷ് ശർമ്മയ്ക്കും ചൈതന്യ ശർമ്മയുടെ പിതാവിനെതിരെയുമാണ് കേസ്. രാജസ്ഥാനിൽ 2 മുൻ മന്ത്രിമാരും മുൻ MLA-മാരും അടക്കം നിരവധി കോൺഗ്രസ് നേതാക്കൾ BJP-യിലേക്ക് ചേർന്നു. മുൻ മന്ത്രിമാരായ രാജേന്ദ്ര യാദവ്, ലാൽചന്ദ് കടാരിയ എന്നിവരാണ് മറുകണ്ഠം ചാടിയത്. ട്രെയിനിൽ മുസ്ലിം യാത്രക്കാരെ വെടിവെച്ചു കൊന്നു. 2 RPF-കാരെ പുറത്താക്കി. RPF കോൺസ്റ്റബിൾമാരായ അമിത് ആചാര്യ, നരേന്ദ്ര പാർമർ എന്നിവരെയാണ് പുറത്താക്കിയത്. ജൂലൈ 31-ന് ജയ്പൂർ മുംബൈ സെൻട്രൽ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസിലായിരുന്നു സംഭവം. രാജ്യത്തിന്റെ ഭരണഘടന തിരുത്തിയെഴുതാനുള്ള BJP RSS ഗൂഢപദ്ധതിയാണ് ആനന്ദ് കുമാർ ഹെഗ്ഡെ MP-യുടെ പ്രസ്താവനയിലൂടെ പുറത്തായതെന്ന് രാഹുൽ ഗാന്ധി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും സംഘപരിവാറിന്റെയും മനസ്സിലിരിപ്പാണ് പുറത്തുവന്നതെന്നും രാഹുൽ കുറ്റപ്പെടുത്തി. ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിനെ പരിഹസിച്ച കോൺഗ്രസ് നേതാവ് അധിർ രഞ്ജൻ ചൌധരി. ഇന്ത്യ സഖ്യത്തിൽ തുടർന്നാൽ പ്രധാനമന്ത്രി അസന്തുഷ്ടനാകുമോ എന്ന ഭയമാണ് മമതയ്ക്കെന്നും ചൌധരി. മദ്യലഹരിയിൽ ആശുപത്രിക്കുള്ളിൽ നഗ്നനായി നടന്ന ഡോക്ടർ. മഹാരാഷ്ട്രയിലെ ഛത്രപതി സംഭാജി നഗർ സർക്കാർ ആശുപത്രിയിലാണ് സംഭവം. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. സംഭവത്തിൽ അന്വേഷണം നടക്കുകയാണെന്ന് ആരോഗ്യ വിഭാഗം മേധാവി അറിയിച്ചു. ദില്ലി വാട്ടർ അതോറിറ്റി പ്ലാന്റിലെ കുഴൽക്കിണറിൽ വീണയാളുടെ മൃതദേഹം കണ്ടെത്തിയത് വൈകിട്ട് 3-ഓടെ. മരിച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. കാറിലിരുന്ന് ഉറങ്ങിയ വ്യാപാരിയെ വെടിവെച്ചു കൊന്നു. ഹരിയാനയിലെ മുർത്താലിയ സ്റ്റുഡന്റ് ക്യാമ്പിലാണ് സംഭവം. സുന്ദർ മാലിക് എന്നയാളെയാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതായി പോലീസ്. ഭൂരിപക്ഷം ലഭിച്ചാൽ ഭരണഘടന മാറ്റിയെഴുതുമെന്ന BJP MP-യുടെ വിവാദ പ്രസ്താവന. BJP MP ആനന്ദ് കുമാർ ഹെഗ്ഡെയാണ് പ്രസ്താവന നടത്തിയത്. രാജ്യസഭയിൽ ഭൂരിപക്ഷം ഉറപ്പിക്കാൻ വിവിധ സംസ്ഥാന നിയമസഭകളിൽ കൂടുതൽ അംഗങ്ങൾ വേണമെന്നും MP. പാർട്ടിക്കിടെ പാട്ട് നിർത്തിയതിനെ തുടർന്ന് യുവാവിനെ സഹോദരൻ വെട്ടിക്കൊന്നു. സംഭവം മധ്യപ്രദേശിലെ സതന ജില്ലയിൽ. രാകേഷാണ് മരിച്ചത്. പ്രതി രാജ്കുമാർ കോൾക്ക് അറസ്റ്റിൽ. ഗാസയിൽ സഹായ വസ്തുക്കൾ എത്തിക്കാൻ താൽക്കാലിക തുറമുഖം ഉയരുന്നു. നിർമ്മാണോപകരണങ്ങളുമായി അമേരിക്കയുടെ സൈനിക കപ്പൽ ജനറൽ ഫാങ്കേസ് പുറപ്പെട്ടു. ഭക്ഷണം, വെള്ളം, മരുന്ന്, താൽക്കാലിക ഷെൽട്ടറുകൾ എന്നിവ വഹിക്കുന്ന കപ്പലുകളാണ് സ്വീകരിക്കാൻ താൽക്കാലിക തുറമുഖം ഒരുങ്ങുന്നത്. യുദ്ധത്തിൽ അതിര് കടക്കരുതെന്ന അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. നെതന്യാഹു ഇസ്രായേലിനെ ദ്രോഹം ചെയ്യുന്നു. നിരപരാധികളായ ജനങ്ങളുടെ സുരക്ഷയുടെ കാര്യത്തിൽ അദ്ദേഹത്തിന് ശ്രദ്ധയുണ്ടാകണമെന്നും ബൈഡൻ. ജോ ബൈഡന്റെ പ്രചാരണ ക്യാമ്പയിനിടെ പലസ്തീൻ അനുകൂലികളുടെ പ്രതിഷേധം. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ 2ാമതും ജനവിധി തേടുന്നതിനിടെയാണ് പ്രതിഷേധം. ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കണമെന്നും പ്രതിഷേധക്കാർ. നൈജീരിയയിൽ തോക്കുധാരികൾ റാഞ്ചിയ 28 കുട്ടികൾ രക്ഷപ്പെട്ടു. കുട്ടികളെ തട്ടിക്കൊണ്ടുപോയത് വടക്കൻ നൈജീരിയയിലെ ഗുരിക പട്ടണത്തിൽ നിന്ന്. സംഭവത്തിൽ രക്ഷിതാക്കളും നാട്ടുകാരും ചേർന്ന് ജാഗ്രതാ സമിതികൾ രൂപവൽക്കരിച്ചു. ഗ്രേറ്റ് ബാരിയർ റീഫിന് വീണ്ടും ഭീഷണിയായി കോറൽ ബ്ലീച്ചിംഗ്. പവിഴപ്പുറ്റുകളിലെ ആൽഗറൽ പുറന്തള്ളപ്പെടുകയും അതുവഴി നിറം നഷ്ടമായി വെള്ള നിറമാവുകയും ചെയ്യുന്ന പ്രതിഭാസമാണ് കോറൽ ബ്ലീച്ചിംഗ്. കനത്ത ചൂടാണ് ഇതിന് പിന്നിലെന്ന റിപ്പോർട്ടുകൾ. ഇസ്രായേൽ ആക്രമണത്തിൽ ദുരിതമനുഭവിക്കുന്ന പലസ്തീനികൾക്ക് സഹായവുമായി കുവൈത്തിൽ നിന്നുള്ള മെഡിക്കൽ സംഘം. കുവൈത്ത് റെഡ് ക്രസന്റ് സൊസൈറ്റി സന്നദ്ധ സംഘമാണ് എത്തിയത്. ചികിത്സാ നടപടികൾ ആരംഭിച്ചു. ന്യൂയോർക്ക് സിറ്റിയിൽ ഇന്ത്യൻ യുവതിയെ കാണാതായി. ഫെറിൻ ജോഗ എന്ന 25 വയസ്സുള്ള യുവതിയെയാണ് കാണാതായത്. കൂടുതൽ വിവരങ്ങൾക്കായി പോലീസ് ന്യൂയോർക്കിലെ ഇന്ത്യൻ കോൺസുലേറ്റുമായി ബന്ധപ്പെട്ടു.
വടക്കൻ ഗാസയ്ക്ക് കുറുകെ റോഡ് നിർമ്മിച്ച ഇസ്രായേൽ സേന യുദ്ധം അവസാനിപ്പിച്ച ശേഷവും ഇസ്രായേൽ സേന ഗാസയിൽ തുടരുമെന്നതിന്റെ സൂചനയാണെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇന്തോനേഷ്യയിലെ സുമാത്രയിൽ വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലും മരിച്ചവരുടെ എണ്ണം 21ആയി. 5 പേരെ കാണാതായി. പടിഞ്ഞാറൻ സുമാത്ര പ്രവിശ്യയിലുണ്ടായ കനത്ത മഴയാണ് ദുരന്തത്തിന് കാരണം. പാകിസ്ഥാനിലെ പെഷവാർ നഗരത്തിലുണ്ടായ സ്ഫോടനത്തിൽ 2 പേർ മരിച്ചു. ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. മൂവരും ബൈക്കിൽ സ്ഫോടന വസ്തുക്കൾ കൊണ്ടുപോകുന്നതിനിടെയാണ് പൊട്ടിത്തെറിയുണ്ടായത്. ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ നാളെ റമദാൻ വ്രതം ആരംഭിക്കും. സൗദിയിലും UAE-യിലും മാസപ്പിറവി ദൃശ്യമായി. ഒമാനിൽ ചൊവ്വാഴ്ചയാണ് റമദാൻ 1. ഒമാനിൽ കനത്ത മഴ തുടരുന്നു. മസ്കറ്റ് ഉൾപ്പെടെ 6 ഗവർണറേറ്റുകളിൽ വീണ്ടും മഴയ്ക്ക് സാധ്യതയെന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. കനത്ത മഴയിൽ വാദികൾ നിറഞ്ഞൊഴുകി. ആളപായമില്ല. കുവൈത്തിലെ റീറ്റെയിൽ ശൃംഖലയായ ഗ്രാൻഡ് 40ാമത് ഔട്ട്ലെറ്റ് എഗൈലയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഷെയ്ഖ് ദാവൂദ് സൽമാൻ അൽ സബാവ പുതിയ ഔട്ട്ലെറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. PDPയുടെ പ്രവാസി സംഘടനയായ PCF റാസൽ ഖൈമ ഘടകം പ്രവർത്തന യോഗവും സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തി. A റഹീമിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം നാഷണൽ കമ്മിറ്റി പ്രസിഡന്റ് മൻസൂർ അലി പട്ടാമ്പി ഉദ്ഘാടനം ചെയ്തു. കുവൈത്ത് കേരള മുസ്ലിം അസോസിയേഷൻ റമദാനിന് മുന്നോടിയായി മസ്ജിദ് 2024 സംഘടിപ്പിച്ചു. ചടങ്ങിൽ അൻസാർ നന്മണ്ട മുഖ്യപ്രഭാഷണം നടത്തി. ഒമാനിലെ ഇന്ത്യൻ സ്കൂൾ ഡയറക്ടർ ബോർഡ് പുനഃസംഘടിപ്പിച്ചു. ബോർഡ് അംഗം നിതീഷ് കുമാറിനെ ഫിനാൻസ് ഡയറക്ടറായി തെരഞ്ഞെടുത്തു. വടകര സ്വദേശിയാണ് നിതീഷ് കുമാർ. ദമാമിലെ കൊണ്ടോട്ടി പ്രവാസികളുടെ കൂട്ടായ്മയായ കൊണ്ടോട്ടിയൻസ് ദമാം പാചക മത്സരം സംഘടിപ്പിച്ചു. ദമാം റോയൽ മലബാർ റെസ്റ്റോറന്റിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഉപദേശക സമിതി അംഗം C അബ്ദുൽ ഹമീദ ഉദ്ഘാടനം നിർവഹിച്ചു. ഒമാൻ ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് കേരള വിഭാഗം വനിതാ വേദിയുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനം ആചരിച്ചു. ഡാർസൈറ്റിലെ അൽ അലൈഗി ക്ലബ്ബിൽ നടന്ന പരിപാടിയിൽ സീബ് ഇന്ത്യൻ സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ ലീന ഫ്രാൻസിസ് മുഖ്യാതിഥിയായി. ദമാമിലെ അൽമുന സ്കൂളിൽ KG ബിരുദദാന ചടങ്ങ് സംഘടിപ്പിച്ചു. 200ഓളം വിദ്യാർത്ഥികൾക്കാണ് നഴ്സറി ബിരുദ സർട്ടിഫിക്കറ്റ് നൽകിയത്. പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മൂന്നര പതിറ്റാണ്ടിന്റെ പ്രവർത്തന മികവിൽ ജിദ്ദ നവോദയ സ്ഥാപക ദിനം ആഘോഷിച്ചു. 1989 മാർച്ച് 1-ന് 30 പേരുമായി രൂപം കൊണ്ട ജിദ്ദ നവോദയ 2024-ൽ 12,000-ലധികം മെമ്പർമാരുമായി മുന്നേറുകയാണ്. പോർച്ചുഗീസ് ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടൻ ടൊവിനോ തോമസ്, ഡോക്ടർ ബിജു സംവിധാനം ചെയ്ത അദൃശ്യജാലകങ്ങൾ എന്ന ചിത്രത്തിലെ പ്രകടനത്തിനാണ് അംഗീകാരം. മുപ്പത്തിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം സർഗത്തിലെ കുട്ടൻ തമ്പുരാൻ വീണ്ടും കൊയിലാണ്ടി മുജുകുന്നിലെത്തി. കുട്ടൻ തമ്പുരാനായി വേഷമിട്ട താരം മനോജ് K ജയനാണ് കോഴിക്കോട് കൊയിലാണ്ടിയിലെ മുജുകുന്നിലെത്തിയത്. കോട്ട കോവിലകം ക്ഷേത്രം നടപ്പന്തൽ സമർപ്പണത്തിനാണ് താരമെത്തിയത്. തമിഴക വെട്രി കഴകം പാർട്ടി മെമ്പർഷിപ്പ് വിതരണത്തിനായി ആപ്പ് പുറത്തിറങ്ങിയ നടൻ വിജയ് തന്നെയാണ് ആപ്പ് വഴി ആദ്യം മെമ്പർഷിപ്പ് എടുത്തത്. ഇതിന്റെ വീഡിയോ പുറത്തിറങ്ങി. എല്ലാവരോടും ആപ്പ് ഡൗൺലോഡ് ചെയ്ത് പാർട്ടിയിൽ അംഗമാകണമെന്ന താരം. നടൻ സൈജു കുറുപ്പ് നിർമ്മാണ രംഗത്തേക്ക്. ഭരതനാട്യം ചിത്രത്തിന്റെ ചിത്രീകരണം അങ്കമാലിക്കടുത്ത് മൂക്കന്നൂർ ജോഷ് മാളിൽ ആരംഭിച്ചു. കൃഷ്ണദാസ് മുരളിയാണ് ചിത്രത്തിന്റെ തിരക്കഥയും സംവിധാനവും നിർവഹിച്ചത്.
മാരി സെൽവരാജ് കാർത്തി കൂട്ടുകെട്ടിൽ പുതിയ ചിത്രം ഒരുങ്ങുന്നു. കാർത്തിയുടെ 28ാമത് ചിത്രമാണ് ഇത്. സിനിമയുടെ മറ്റു വിവരങ്ങൾ അണിയറ പ്രവർത്തകർ ഉടൻ പുറത്തുവിടുമെന്നും സൂചന. ശേഖർ കമ്പുല സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിന്റെ ടൈറ്റിൽ കുബേര പുറത്ത്. ധനുഷ്, നാഗാർജുന, അക്കിനേനി എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങൾ. ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സംവിധാനം ചെയ്യുന്ന ചിത്തിനിയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്ത്. അമിത് ചക്കാലക്കൽ, വിനയ് ഫോട്ട, മോക്ഷ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങൾ. ഹൊറർ ഫാമിലി ഇമോഷണൽ ത്രില്ലർ വിഭാഗത്തിൽ ഒരുങ്ങുന്ന ചിത്രം ഈസ്റ്റ് കോസ്റ്റ് കമ്മ്യൂണിക്കേഷൻസ് ആണ് നിർമ്മിക്കുന്നത്. ആഗോളതലത്തിൽ ഏറ്റവും അധികം കളക്ഷൻ നേടുന്ന മലയാള സിനിമകളുടെ പട്ടികയിൽ 2ാം സ്ഥാനത്തെത്തി മഞ്ഞുമൽ ബോയ്സ്. റിലീസ് ചെയ്ത 17 ദിവസങ്ങൾ പിന്നിടുമ്പോൾ ആഗോളതലത്തിൽ 146 കോടി രൂപ സിനിമ നേടി. നിലവിൽ 2018 എന്ന സിനിമയാണ് പട്ടികയിൽ ഒന്നാമത്. TV രഞ്ജിത്ത് സംവിധാനം ചെയ്യുന്ന ചിത്രം ഒരു സർക്കാർ ഉൽപ്പന്നത്തെ അഭിനന്ദിച്ച സാഹിത്യകാരൻ അംബിക സുധൻ മാങ്ങാട്. പണവും സമയവും നഷ്ടമാകാതെ കാണാൻ കഴിയുന്ന ചിത്രമാണിത്. നർമ്മവും കണ്ണീരും നിറഞ്ഞ ഹൃദയസ്പർശിയായ ജീവിതകഥയാണിതെന്നും അദ്ദേഹം പറഞ്ഞു. നിർമ്മിത ബുദ്ധിയുടെ ശേഷി ഉൾക്കൊള്ളുന്ന ലോകത്തെ ആദ്യത്തെ സമൂഹ മാധ്യമമാകാൻ സ്പാനിഷ് കമ്പനി റിയലി AI എന്ന പേരിലാണ് പുതിയ പരീക്ഷണം. 6 രാജ്യങ്ങളിൽ റിയലി സോഫ്റ്റ് ലോഞ്ച് നടത്തിയിരിക്കുകയാണ്. ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.